അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി ഹഖ്ഖ ഹംദിഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹി വഅബ്ദിഹി വബഅദ്. സഹോദരന്മാരെ, സഹോദരികളെ, ഫുറൂഉൽ ഫിഖ് എന്ന കർമ്മശാസ്ത്ര ഗ്രന്ഥത്തിലെ ഈ പഠന ക്ലാസ്സുകൾ ശ്രവിക്കുന്ന ബഹുമാന്യരെ, നമ്മൾ വലിയ അശുദ്ധിയെ ഹനിക്കുന്ന കാര്യങ്ങളെയും കുളി നിർബന്ധമാക്കുന്ന വിഷയങ്ങളെയുമാണ് ഇവിടെ കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കുകയുണ്ടായത്. അപ്പോൾ നമ്മൾ കുളിയുടെ വിഷയത്തിൽ പ്രതിഫലാർഹമായ അതേപോലെ സുന്നത്തായ കുളികളെക്കുറിച്ച് സംസാരിക്കാം എന്ന് പറഞ്ഞു വച്ചിരുന്നു. ഇനി നമുക്കിവിടെ ഗ്രന്ഥത്തിൽ അത്തഹാറത്തു മിനൻ നജാസ, നജസിൽ നിന്നുള്ള ശുദ്ധീകരണം, അതാണ് അടുത്ത വിഷയമായി പഠിക്കാനുള്ളത്. അപ്പോൾ അതിനു മുമ്പായി കുളിയുടെ വിഷയത്തിൽ അതിൻ്റെ ഭാഗമായുള്ള ഫുഖഹാക്കൾ പറയും അൽ അഗ്സാൽ അൽ മുസ്തഹബ്ബ, പ്രതിഫലാർഹമായ കുളികൾ. കേവലം അവ അനുസ്മരിച്ച് അതിൻ്റെ ചില തെളിവുകളും പറഞ്ഞ് ഈ ഒരു ക്ലാസ് നമ്മൾ ആ വിഷയത്തിൽ പഠന വിധേയമാക്കുകയാണ്. പെരുന്നാൾ സുദിനങ്ങളിലെ കുളികളെക്കുറിച്ച് പണ്ഡിതന്മാർ പറയാറുണ്ട്, അത് മുസ്തഹബ്ബായ കുളിയാണ്. അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹുവിനോട് ഒരു വ്യക്തി ചോദിച്ചു കുളിയെക്കുറിച്ച്. അന്ന് അലി അയാളോട് പറഞ്ഞത് ഇഗ്തസിൽ കുല്ല യൗമിൻ ഇൻ ഷിഅ്ത്, നീ ഉദ്ദേശിക്കുന്നുവെങ്കിൽ എല്ലാ ദിവസവും കുളിച്ചോ. അപ്പോൾ ആ ചോദ്യകർത്താവ് ലാ അൽ ഗുസ്ലുല്ലദി ഹുവൽ ഗുസ്ൽ, ഞാൻ ഉദ്ദേശിക്കുന്ന കുളി ദിനംപ്രതി ഉള്ള കുളിയല്ല, പ്രത്യേകതയുള്ള കുളിയാണ്. അപ്പോൾ അലി അന്ന് പ്രതികരിച്ചത് യൗമുൽ ജുമുഅത്തി വയൗമു അറഫത വയൗമുൻ നഹ്രി വയൗമുൽ ഫിത്ർ എന്നാണ്. വെള്ളിയാഴ്ചയിലെ കുളി, അറഫ ദിവസത്തിൽ ഉള്ള കുളി, അത് ഹാജിയുടെ കുളിയാണ്. ഹാജി അറഫ ദിവസം കുളിക്കുക എന്നുള്ളത്. പിന്നെ യൗമുൻ നഹർ, ബലിപെരുന്നാൾ സുദിനത്തിലെ കുളി. പിന്നെ യൗമുൽ ഫിത്ർ, ഫിത്ർ പെരുന്നാൾ, ചെറിയ പെരുന്നാൾ ദിനത്തിലെ കുളി. അപ്പോൾ ഈ കുളിയാണ് പ്രത്യേകമുള്ള കുളി എന്ന് അലി റളിയല്ലാഹു തആല അൻഹു പറയുകയുണ്ടായി. സാദാനിൽ നിന്ന് ഇമാം ഷാഫിയുടെ നിവേദനമാണത്. ഇമാം ബൈഹഖി നിവേദനം ചെയ്തു സഹിഹായ സനദോടുകൂടി. സഈദ് ഇബ്നുൽ മുസയ്യിബ് പറയാറുണ്ട്, സുന്നത്തുൽ ഫിത്രി സലാസുൻ, ഫിത്ർ പെരുന്നാളിൻ്റെ സുന്നത്ത് 3 ആകുന്നു. അൽ മശ്യു ഇലൽ മുസല്ല, മുസല്ലയിലേക്കുള്ള നടത്തം. വൽ അക്ലു ഖബ്ലൽ ഖുറൂജി, മുസല്ലയിലേക്ക് പുറപ്പെടുന്നതിന് മുമ്പ് ഭക്ഷിക്കൽ. വൽ ഇഗ്തിസാലു, കുളിക്കൽ. അപ്പോൾ പെരുന്നാൾ സുദിനത്തിലെ കുളി അത് പ്രതിഫലാർഹമാണ് ഈ കുളിയാണെന്ന് ഈ അസറുകൾ നമ്മളോട് ഓതുന്നു. രണ്ടാമത്തേത് അറഫ ദിവസത്തിലെ കുളിയാണ് ഹാജിയെ സംബന്ധിച്ചിടത്തോളം. അത് അലി റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് നമ്മൾ ശ്രവിച്ച അസറിൽ നമ്മൾ മനസ്സിലാക്കിയല്ലോ, യൗമുൽ ജുമുഅത്തി വയൗമു അറഫത. മൂന്നാമത്തെ കുളി അത് ഇഹ്റാമിൽ പ്രവേശിക്കുവാനുള്ള കുളിയാണ്. ഇഹ്റാമിൽ പ്രവേശിക്കൽ ഹജ്ജിന് ഉംറയ്ക്ക് അത് റുക്നാണ്. പക്ഷെ അതിനുവേണ്ടി കുളിക്കുക എന്നുള്ളത് പ്രതിഫലാർഹമാണ്, സുന്നത്താണ്. സെയ്ദ് ബിനു സാബിത്ത് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തജറദ ലി ഇഹ്ലാലിഹി വഗ്തസൽ എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇഹ്ലാലിന് വേണ്ടി, ഇഹ്ലാൽ എന്ന് പറഞ്ഞാൽ ഇഹ്റാമിൽ പ്രവേശിക്കുമ്പോഴുള്ള തൽബിയത്ത് പ്രഖ്യാപിക്കൽ, ലബ്ബൈക ഉംറത്തൻ അല്ലെങ്കിൽ ലബ്ബൈക ഹജ്ജൻ എന്ന് നിയ്യത്ത് പ്രഖ്യാപിക്കുവാനുള്ള ആ സന്ദർഭത്തിൽ തുന്നിയ വസ്ത്രങ്ങൾ ഒഴിവാക്കി ഇഹ്റാമിൻ്റെ വസ്ത്രങ്ങൾ ധരിച്ചു. അപ്പോൾ തുന്നിയ വസ്ത്രങ്ങൾ ഒഴിവാക്കിയ വേളയിൽ വഗ്തസൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുളിക്കുകയുണ്ടായി എന്നാണ്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള ഒരസറിൽ കാണാം, ഇന്ന മിന സുന്നത്തി അൻ യഗ്തസില ഇദാ അറാദ അൻ യുഹ്രിം, ഇഹ്റാമിൽ പ്രവേശിക്കുവാൻ ഭാവിച്ചാൽ കുളിക്കുക എന്നത് സുന്നത്തിൽപ്പെട്ടതാകുന്നു. ഇതേപോലെ നാലാമതൊരു കുളി മക്കയിൽ പ്രവേശിക്കുമ്പോഴുള്ള കുളിയാണ്. മക്കയിൽ പ്രവേശിക്കുമ്പോൾ കുളിക്കൽ അത് സുന്നത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇഹ്റാമിൽ മക്കയിൽ പ്രവേശിച്ച സന്ദർഭത്തിൽ കുളിച്ചതിനെക്കുറിച്ച് ഹദീസിൽ വന്നിട്ടുണ്ട്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ മൗലയായ നാഫിഅ പറയുന്നത്, കാന ഇബ്നു ഉമറ ഇദാ ദഖല അദ്നൽ ഹറം അംസക അനി തൽബിയ, അബ്ദുല്ലാഹി ഇബ്നു ഉമർ ഹറമിൽ പ്രവേശിച്ചാൽ തൽബിയത്ത് അവസാനിപ്പിക്കും,
സുമ്മ യബീതു ബിദീ തുവ, എന്നിട്ട് അദ്ദേഹം ദീ തുവയിൽ പ്രവേശിക്കും. ദീ തുവ എന്ന് പറഞ്ഞെങ്കിൽ മക്കയോടടുത്ത ഹറമിനോടടുത്ത് അവിടെ പിന്നെ ഒരു സ്ഥലമാണ്. അവിടെ ദീ തുവ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹജ്ജിന് വന്നപ്പോൾ അവിടെ തങ്ങിയതും അവിടെ നമസ്കരിച്ചതും രാപ്പാർത്തതൊക്കെ പിന്നെ പ്രസിദ്ധമാണെന്നും അവിടെ ഒരു പള്ളി പ്രസിദ്ധമാണ്. അപ്പോൾ ദീ തുവയിൽ ഇബ്നു ഉമർ എന്ത് ചെയ്യും? രാത്രി പാർക്കും. സുമ്മ യുസല്ലി ബിഹി സുബ്ഹ വയഗ്തസിൽ, സുബഹി നമസ്കരിക്കും, അവിടെ കുളിക്കും. വയുഹദ്ദിസു അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം കാന യഫ്അലു ദാലിക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ പ്രവർത്തിക്കാറുണ്ടായിരുന്നു എന്ന് അദ്ദേഹം പറയുകയും ചെയ്യുമായിരുന്നു എന്നാണ് നാഫിഅ പറയുന്നത്. അപ്പോൾ മക്കയിൽ പ്രവേശിക്കുമ്പോഴുള്ള കുളി അത് സുന്നത്താണ്. അബ്ദുല്ലാഹി ഇബ്നു ഉമറിൻ്റെ ഒരു അസർ നമ്മൾ കേട്ടല്ലോ മുമ്പ്, ഇന്ന മിന സുന്നത്തി അൻ യഗ്തസില ഇദാ അറാദ അൻ യുഹ്രിം, ഇഹ്റാമിൽ പ്രവേശിക്കാൻ ഭാവിച്ചാൽ കുളിക്കുക എന്നുള്ളത് സുന്നത്തിൽപ്പെട്ടതാണ്. അതിൻ്റെ തുടർച്ചയിൽ കാണാം, വ ഇദാ അറാദ അൻ യദ്ഖുല മക്ക, മക്കയിൽ പ്രവേശിക്കാൻ ഭാവിച്ചാൽ കുളിക്കൽ അത് ഇന്ന മിന സുന്ന, സുന്നത്തിൽപ്പെട്ടതാണ്. അപ്പോൾ ഈ ഒരു വിഷയം പിന്നെ ഏറെ ശ്രദ്ധേയമാണ്, മക്കയിൽ പ്രവേശിക്കുന്നവർ കുളിക്കുക എന്നുള്ളത്. ഇമാം ഇബ്നുൽ മുൻദിർ പറഞ്ഞതായി അൽ ഹാഫിദ് ഇബ്നു ഹജർ ഫത്ഹുൽ ബാരിയിൽ പറഞ്ഞു, അൽ ഇഖ്തിസാലു ഇൻദ ദുഖൂലി മക്കത മുസ്തഹബ്ബുൻ ഇൻദ ജമീഇൽ ഉലമാ വലൈസ ഫീ തർക്കിഹി ഇൻദഹും ഫിദിയ വഖാല അക്സറുഹും യുജ്സിഉ അൻഹുൽ വുദു. എന്താ ഈ പറഞ്ഞത്? ഇബ്നു ഹജർ റഹിമഹുള്ള പറയുകയാണ്, ഇബ്നുൽ മുൻദിർ പറഞ്ഞു, അൽ ഇഖ്തിസാലു ഇൻദ ദുഖൂലി മക്ക, മക്കയിൽ പ്രവേശിക്കുമ്പോൾ കുളിക്കുക എന്നുള്ളത് മുസ്തഹബ്ബുൻ, പ്രതിഫലാർഹമാണ്, ഇൻദ ജമീഉൽ ഉലമ, എല്ലാ പണ്ഡിതന്മാരുടെ അടുക്കലും. വലൈസ ഫീ തർക്കിഹി ഇൻദഹും ഫിദിയ, ഒരാൾ ആ കുളി ഉപേക്ഷിച്ചു എന്നതിൽ ഫിദിയയില്ല. വഖാല അക്സറുഹും, കുളിക്കൽ പ്രതിഫലാർഹമാണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരിൽ സിംഹരും പറഞ്ഞത് യുജ്സിഉ അൻഹുൽ വുദു, ആ കുളിക്ക് പകരം വുദു മതിയാകും എന്നുള്ളതാണ്. അപ്പോൾ പിന്നെ ഇവിടെ നമുക്ക് ഇവിടെ ഈ ഹജ്ജിന് അല്ലെങ്കിൽ ഉംറയ്ക്ക് ഇഹ്റാമിൽ പ്രവേശിക്കുന്നവരുടെ വിഷയമാണ് ഇവിടെ. അവരാണ് കുളിക്കൽ സുന്നത്തായിട്ടുള്ള അവസ്ഥയുള്ളത്. അല്ലാതെ മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മക്കയിൽ പ്രവേശിക്കുന്നവരുടെ കുളിയുടെ വിഷയമല്ല ഇവിടെ പറയുന്നത്. ഇഹ്റാമിൽ പ്രവേശിച്ച് പോകുന്നവരുടെ കുളിയുടെ വിഷയമാണ്. അത് പ്രതിഫലാർഹമാണ്. ഒരാൾ ആ കുളി ഉപേക്ഷിച്ചു എന്നതിനാൽ പ്രായശ്ചിത്തമായി ഫിദിയായി ഒന്നും നൽകേണ്ടതില്ല. അതാണ് ഇമാം ഇബ്നുൽ മുൻദിർ ഇവിടെ പറഞ്ഞതായി ഇബ്നു ഹജർ ഉണർത്തുന്നത്. ഇപ്രകാരം പ്രതിഫലാർഹമായ മറ്റൊരു കുളിയാണ് മയ്യത്ത് കുളിപ്പിച്ചവരുടെ കുളി. ഈ വിഷയത്തിലെ ഹദീസ്, മൻ ഗസ്സല മയ്യിതൻ ഫല്യഗ്തസിൽ വമൻ ഹമലഹു ഫല്യതവദ്ദ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം തുർമുദിയും ഇബ്നു മാജയും മറ്റും നിവേദനം ചെയ്ത ഹദീസാണിത്. മൻ ഗസ്സല മയ്യിതൻ ഫല്യഗ്തസിൽ, വല്ലവരും മയ്യത്തിനെ കുളിപ്പിച്ചാൽ അവൻ കുളിക്കട്ടെ. വമൻ ഹമലഹു ഫല്യതവദ്ദ, വല്ലവരും മയ്യത്തിനെ ചുമന്നാൽ അവൻ വുദു ചെയ്യട്ടെ. അപ്പോൾ ഇവിടെ മൻ ഗസ്സല മയ്യിതൻ ഫല്യഗ്തസിൽ എന്ന ഈ ഹദീസിൻ്റെ കൽപ്പന ഇത് നിർബന്ധത്തിനാണോ? പണ്ഡിതന്മാർ ആ വിഷയത്തിൽ പറഞ്ഞ അഭിപ്രായം മയ്യത്തിനെ കുളിപ്പിച്ചവർ കുളിക്കണമെന്നാണ്. പക്ഷേ ഇമാം മാലിക് ഇബ്നു അനസ് പറഞ്ഞത് അസ്തഹിബുൽ ഗുസ്ൽ മിൻ ഗുസ്ലിൽ മയ്യിത്ത്, മയ്യത്തിനെ കുളിപ്പിച്ചാൽ കുളിപ്പിച്ചവന് കുളിക്കൽ അത് ഞാൻ മുസ്തഹബായിട്ട് കാണുന്നു, പ്രതിഫലാർഹമായി കാണുന്നു. വല അറ ദാലിക വാജിബൻ, ഞാനത് നിർബന്ധമാണ് എന്ന അഭിപ്രായക്കാരനല്ല. ഇതാണ് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്. ഇതേ വീക്ഷണമാണ് ഇമാം അഷ്ശാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹിയുടേതും. ഇമാം അഹ്മദ് ബിൻ ഹംബൽ പറഞ്ഞത്, വഖാല അഹ്മദ് മൻ ഗസ്സല മയ്യിതൻ അർജു അല്ലാ യജിബ അലൈഹിൽ ഗുസ്ൽ. മൻ ഗസ്സല മയ്യിതൻ, മയ്യത്തിനെ കുളിപ്പിച്ചാൽ ആ കുളിപ്പിച്ചവൻ അർജു അല്ലാ യജിബ അലൈഹിൽ ഗുസ്ൽ, അയാളുടെ മേൽ കുളി നിർബന്ധമില്ല എന്നുള്ളതാണ് ഞാൻ കാണുന്നത്. വ അമൽ വുദു ഫഅഖല്ലു മാ ഖീല ഫീഹ്, എന്നാൽ വുദു ചെയ്യുക എന്നുള്ളത് അതിൽ ഏറ്റവും ചുരുങ്ങിയ കാര്യമാണ്, പറയപ്പെട്ടതിൽ ചുരുങ്ങിയ കാര്യമാണ്. എന്നാൽ വുദു ചെയ്യണം എന്ന് ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു. ഇസ്ഹാഖ് ഇബ്നു റാഹവൈഹി പറഞ്ഞത് ലാബുദ്ദ മിനൽ വുദു, വുദു അനിവാര്യമാണ്. എന്നാൽ അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റഹ്മത്തുള്ളാഹി അലൈഹി അമീറുൽ മുഅ്മിനീൻ ഫിൽ ഹദീസ്, അദ്ദേഹത്തിൻ്റെ വീക്ഷണം ലാ യഗ്തസിൽ വലാ യതവദ്ദ മൻ ഗസ്സലൽ മയ്യിത്ത്, മയ്യത്തിനെ കുളിപ്പിച്ചവൻ കുളിക്കേണ്ടതില്ല, വുദുവും ചെയ്യേണ്ടതില്ല എന്നുള്ളതാണ്. ഇമാം അബൂദാവൂദാകട്ടെ ഈ വിധി മൻസൂഖാണ്, ദുർബലപ്പെടുത്തപ്പെട്ടതാണ്. അഥവാ മയ്യത്തിനെ കുളിപ്പിച്ചവൻ കുളിക്കുക, മയ്യത്തിനെ വഹിച്ചവൻ വുദു ചെയ്യുക എന്നുള്ള വിധി, അത് വിധി ദുർബലപ്പെടുത്തപ്പെട്ട വിഷയമാണ്
ഏതായാലും ഇമാം മാലിക്, ഇമാം അഷ്ശാഫിഈ, ഇമാം അഹ്മദ്, ഇസ്ഹാഖ് ഇബ്നു റാഹവൈ, ഇമാം അബൂദാവൂദ് തുടങ്ങിയവരുടെ അഭിപ്രായം ഇവിടെ നമ്മൾ നൽകിയത് അത് ഇമാം അബൂ ഈസ തുർമുദി, ഇമാം തുർമുദി റഹ്മത്തുള്ളാഹി അലൈഹി സുനനിൽ ഈ ഹദീസിൻ്റെ അനുബന്ധമായി പറഞ്ഞ ആ ഭാഗത്തു നിന്നാണ് അത് ഇവിടെ ഉദ്ധരിച്ചത്. ഏതായാലും ഈ മൻ ഗസ്സല മയ്യീതൻ ഫല്യഗ്തസിൽ, മയ്യത്തിനെ കുളിപ്പിച്ചവന് കുളിക്കട്ടെ എന്നുള്ളത് അത് നിർബന്ധത്തിനാണ് എന്ന് ബാഹ്യമായിട്ട് തോന്നും. ഫല്യഗ്തസിൽ, അവൻ കുളിക്കട്ടെ. യഥാർത്ഥത്തിൽ അത് നിർബന്ധത്തെ അറിയിക്കുന്നില്ല. എന്തുകൊണ്ട്? ചില ഹദീസുകൾ ഈ വിഷയത്തിൽ വേറെ വന്നിട്ടുണ്ട്. അതിലൊന്ന്, ലൈസ അലൈക്കും ഫി ഗുസ്ലി മയ്യിത്തിക്കും, ഫി ഗസ്ലി അല്ലെങ്കിൽ ഫി ഗുസ്ലി മയ്യിത്തിക്കും, ഫി ഗസ്ലി മയ്യിത്തിക്കും ഗുസ്ലുൻ ഇദാ ഗസ്സൽതുമൂഹു ഫഇന്ന മയ്യിതക്കും ലൈസ ബിനജിസിൻ ഫഹസ്ബുക്കും അൻ തഗ്സിലു ഐദിയക്കും. ഈ ഹദീസ് ഈ വിഷയത്തിൽ വന്നതാണ്. ഇമാം ഹാക്കിം മുസ്തദറക്കിൽ ഉദ്ധരിച്ചു. അൽ ഹാഫിദ് ഇബ്നു ഹജർ അദ്ദേഹത്തിൻ്റെ തൽഖീസുൽ ഹബീർ എന്ന ഗ്രന്ഥത്തിൽ അതിൻ്റെ സനദ് ഹസൻ എന്ന് വിരിച്ചു. ഹദീസ് അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള നിവേദനമാണ്. അതർത്ഥമാക്കുന്നത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലൈസ അലൈക്കും ഫി ഗസ്ലി മയ്യീതിക്കും, നിങ്ങളുടെ മയ്യത്തിനെ കുളിപ്പിച്ചതിൽ നിങ്ങളുടെ മേൽ ഇല്ല ഗുസ്ലുൻ, കുളി, ഇദാ ഗസ്സൽതുമൂഹു, നിങ്ങൾ ആ മയ്യത്തിനെ കുളിപ്പിച്ചാൽ. മയ്യത്തിനെ നിങ്ങൾ കുളിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മേൽ കുളിയില്ല. ഫഇന്ന മയ്യീതക്കും ലൈസ ബിനജിസിൻ, കാരണം നിങ്ങളുടെ മയ്യത്ത് ഒരിക്കലും എന്തല്ല, നജസല്ല. ലൈസ ബിനജസിൻ ഫഹസ്ബുക്കും അൻ തഗ്സിലു ഐദിയക്കും, നിങ്ങൾക്ക് നിങ്ങളുടെ കൈകൾ കഴുകിയാൽ മതിയാകും. ഇതാണ് ഹദീസിൻ്റെ അർത്ഥം. അപ്പോൾ ഈ ഹദീസ് അറിയിക്കുന്നത് എന്താണ്? ഹദീസ് അറിയിക്കുന്നത് മയ്യത്തിനെ കുളിപ്പിച്ചാൽ അയാൾ കുളിക്കുക എന്നുള്ളത് എന്തല്ല, നിർബന്ധമല്ല. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു മറ്റൊരു ഹദീസിൽ അദ്ദേഹം പറയുന്നത്, കുന്ന നുഗസ്സിലുൽ മയ്യിത്ത് ഫമിന്ന മൻ യഗ്തസിൽ വമിന്ന മൻ ലാ യഗ്തസിൽ. കുന്ന നുഗസ്സിലുൽ മയ്യിത്ത്, ഞങ്ങൾ മയ്യത്തിനെ കുളിപ്പിക്കാറുണ്ടായിരുന്നു. ഫമിന്ന, അങ്ങനെ ഞങ്ങളിൽ ഉണ്ടായിരുന്നു, മൻ യഗ്തസിൽ, കുളിക്കുന്നവരും, മയ്യത്തിനെ കുളിപ്പിച്ചതിന് ശേഷം കുളിക്കുന്നവരും, വമിന്ന മൻ ലം യഗ്തസിൽ, കുളിക്കാത്തവരും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ ഹദീസ് അറിയിക്കുന്നത് കുളി നിർബന്ധം ഇല്ല എന്നുള്ളതാണ്. എന്നാൽ കുളിക്കൽ മയ്യത്ത് കുളിപ്പിച്ചവരെ സംബന്ധിച്ചിടത്തോളം അത് പ്രതിഫലാർഹമാണ് എന്ന കാര്യവുമാണ്. ഇവിടെ ഈ മയ്യത്ത് കുളിപ്പിച്ചാൽ അവർ കുളിക്കണം, അത് നിർബന്ധമാണെന്ന് പറയുന്നവർ ഒരു വിഷയം അവതരിപ്പിക്കുന്നത് മരണത്തോടുകൂടി മയ്യത്ത് നജസാകും എന്നുള്ള ഒരു അഭിപ്രായമാണ്. ഹനഫി ഫുഖഹാക്കളിലാണ് ചിലർ മരണത്തോടുകൂടി മനുഷ്യൻ്റെ ബോഡി അത് നജസാകും, കാരണം ആ മയ്യത്തിൽ രക്തം ഉള്ളതിനാൽ എന്ന് അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. ഭൂരിപക്ഷ പണ്ഡിതന്മാരും ഈ വീക്ഷണത്തോട് യോജിക്കുന്നവരല്ല. ആ വീക്ഷണം ശരിയുമല്ല. ഒരു മനുഷ്യൻ അവൻ താഹിറാണ്, ജീവിച്ചിരിക്കുമ്പോഴും മരിച്ചാലും. ഇന്നൽ മുഅ്മിന ലാ യൻജുസ്, വിശേഷ മുഅ്മിൻ അവനൊരിക്കലും നജസാകൂല. മനുഷ്യർ അവരുടെ ശരീരം, അത് മനുഷ്യൻ ആരാവട്ടെ, മുസ്ലിം ആവട്ടെ കാഫിറാകട്ടെ, അതൊരിക്കലും നജസ് ആകും എന്നത് പ്രമാണങ്ങൾ അറിയിക്കുന്നേയില്ല. ബഹുദൈവ വിശ്വാസികൾ നജസ് എന്ന് പറയുന്നത് അത് ആശയപരമായിട്ടുള്ള അശുദ്ധിയാണ് അറിയിക്കുന്നത്, അതല്ലാതെ അയാളുടെ ശരീരം നജസാകും എന്ന അർത്ഥത്തിലല്ല. ചില ഫുഖഹാക്കൾ മുഅ്മിനാണെങ്കിലും കാഫിറാണെങ്കിലും മരിക്കുന്നതോടുകൂടി നജസാകും എന്നുള്ള വീക്ഷണക്കാരാണ്. യഥാർത്ഥത്തിൽ അത് ശരിയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു തആല അൻഹു മരണപ്പെട്ടപ്പോൾ അദ്ദേഹത്തെ ചുംബിച്ചത് നമ്മൾ വായിക്കുന്നുണ്ട്. അതേപോലെ സുഹൈൽ കുട്ടികൾ, സുഹൈൽ ഇബ്നു ബൈദ മരണപ്പെട്ടപ്പോൾ അവർക്ക് പള്ളിയിൽ വെച്ചാണ് ജനാസ നമസ്കരിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വലഖദ് കറംന ബനി ആദം, മനുഷ്യരെ ആദരിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ആദരവിൻ്റെ തേട്ടമാണ് അവർ ജീവിച്ചിരിക്കുമ്പോഴും മരിച്ചിരിക്കുമ്പോഴും അവർ ശുദ്ധരാണ് എന്നുള്ളത്, അവരുടെ തഹാറത്ത്. ഈ വിഷയത്തിലൊരു സംഭവം ഉദ്ധരിക്കാനുള്ളത് അബ്ബാദ് ഇബ്നു അബ്ദുള്ള ഇബ്നു സുബൈർ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ചരിത്രമാണ്. വിഷയം എന്താ? സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു തആല അൻഹു മരണപ്പെട്ടപ്പോൾ ആയിഷ ഉമ്മുൽ മുഅ്മിനീൻ റളിയല്ലാഹു തആല അൻഹയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മറ്റു പത്നിമാരും സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു തആലാൻ്റെ കുടുംബത്തിലേക്ക് ആളുകളെ അയച്ചു. സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹുവിൻ്റെ കുടുംബത്തിലേക്ക് ആളുകളെ പറഞ്ഞയക്കുകയുണ്ടായി. എന്തിനാ പറഞ്ഞയച്ചത്?
അൻ യമുറു ബി ജിനാസതിഹി ഫിൽ മസ്ജിദ് ഫയുസല്ലീന അലൈഹി. സഅദ് ബിൻ അബി വഖാസിൻ്റെ ജനാസ അവർ പള്ളിയിലൂടെ കൊണ്ടുവരണം. എന്തിന്? ഫയുസല്ലീന അലൈഹി, ആയിഷ റളിയല്ലാഹു തആല അൻഹാക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാർക്കും സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹുവിന് ജനാസ നമസ്കരിക്കുന്നതിന് വേണ്ടി, മയ്യത്ത് നിസ്കരിക്കാൻ വേണ്ടി. അങ്ങനെ ഫഫഅലു, സഅദ് റളിയല്ലാഹുവിൻ്റെ കുടുംബക്കാർ എന്ത് ചെയ്തു? അപ്രകാരം ചെയ്തു. ഫവുഖിഫ ബിഹി അലാ ഹുജരിഹിന്ന യുസല്ലീന അലൈഹി. സഅദ് റളിയല്ലാഹു തആലാൻ്റെ മയ്യത്ത് അവരെന്ത് ചെയ്തു? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരുടെ ഹുജറകളുടെ അടുക്കൽ വെക്കപ്പെട്ടു. എന്നിട്ട് യുസല്ലീന അലൈഹി, അവർ നമസ്കരിക്കുവാൻ വേണ്ടി. വ ഉഖ്രിജ ബിഹി മിൻ ബാബിൽ ജനായിസി അല്ലദി കാന ഇലൽ മഖാഇദി. പിന്നെ എന്ത് ചെയ്തു? ബാബുൽ ജനായിസിലൂടെ എന്ത് ചെയ്തു? സഅദ് റളിയല്ലാഹുവിൻ്റെ ജനാസ പുറത്തേക്ക് കൊണ്ടുപോവുകയുണ്ടായി. അത് ഒരു ചരിത്രമാണിത്. ഏതായാലും ആ വിഷയത്തിൽ പിന്നെ ഉള്ളത് എന്താ വെച്ചാൽ, ജനങ്ങൾ ആ വിഷയത്തിൽ സംസാരിച്ചു, ആക്ഷേപകരമായി സംസാരിച്ചു. എന്താണ്? മാ കാനത്തിൽ ജനായിസു യുദ്ഖലു ബിഹൽ മസ്ജിദ്, ജനാസകൾ പള്ളികളിൽ പ്രവേശിപ്പിക്കപ്പെടാറില്ലായിരുന്നു എന്നാണ് ആളുകൾ ചിലർ പറഞ്ഞത്. അത് ഫബലഗഹുന്ന, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാർക്കെത്തി ഈ വിവരം. ജനങ്ങൾ ഈ സഅദ് റളിയല്ലാഹുവിൻ്റെ ജനാസ പള്ളിയിലൂടെ പ്രവേശിച്ചതിനാൽ അങ്ങനെ ജനാസ പള്ളിയിൽ പ്രവേശിപ്പിക്കപ്പെടാറില്ലായിരുന്നു എന്ന് ചിലർ പറഞ്ഞ വിവരം അവർക്കെത്തി. ആയിഷ റളിയല്ലാഹു തആല അൻഹാക്കും വിവരത്തി. അപ്പോൾ ആയിഷ റളിയല്ലാഹു തആല അൻഹ അതിന് പ്രതികരിച്ചത്, മാ അസ്റഅ അന്നാസ ഇലാ അൻ യഈബു മാ ലാ ഇൽമ ലഹും ബി, തങ്ങൾക്കറിവില്ലാത്ത കാര്യങ്ങൾ ആക്ഷേപകരമായി പറയുക എന്നതിലേക്ക് ആളുകൾ എത്ര വേഗത്തിലാണ് എത്തുന്നത്. വിവരമില്ലാത്തത് ആക്ഷേപകരമായി ഉദ്ധരിക്കുക എന്നുള്ള പറഞ്ഞാൽ അവിടേക്ക് എത്ര പെട്ടെന്നാണ് ജനങ്ങൾ എത്തിയത്. ആയിഷ ഉമ്മുൽ മുഅ്മിനീൻ പറയണം, ആബു അലൈന, ഞങ്ങളുടെ നേരെ അവർ ആക്ഷേപസ്വരത്തിൽ പറഞ്ഞു, അയ്യുമർ ബി ജനാസത്തിൻ ഫിൽ മസ്ജിദ്, പള്ളിയിൽ ജനാസ കൊണ്ടുവരപ്പെട്ടു എന്ന കാര്യം. ആയിഷ ഉമ്മുൽ മുഅ്മിനീൻ പറയണം, ഫവല്ലാഹി മാ സല്ലാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവാണ് സത്യം, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമസ്കരിച്ചിട്ടില്ല അല സുഹൈലിൻ ഇബ്നി ബൈദാ, സുഹൈൽ ഇബ്നു ബൈദാ എന്നവർക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമസ്കരിച്ചിട്ടില്ല, ഇല്ലാ ഫി ജൗഫിൽ മസ്ജിദ്, പള്ളീൻ്റെ ഉള്ളിലല്ലാതെ. മാ അസ്റഅ മാ നസിയന്നാസ്, ജനങ്ങൾ എത്ര പെട്ടെന്നാണ് മറന്നുപോയത്. ഇത് ആയിഷ റളിയല്ലാഹു അൻഹ ആശ്ചര്യചിത്തയായിട്ട് ചോദിച്ചു എന്നാണ്. ഞാനിത് ഉദ്ധരിച്ചത് ഇവിടെ കുറേ മസ്അലകൾ നമുക്ക് പറയാനുണ്ട്. അതായത് ഒരിക്കലും ഒരു വിശ്വാസിയുടെ മരണത്തോടുകൂടി ആ പിന്നെ വിശ്വാസിയുടെ ത്വഹാറത്ത് നഷ്ടപ്പെടുക എന്നുള്ളത് ഇല്ല. അതൊന്ന്. രണ്ടാമത്തെ നോക്കൂ നിങ്ങളിവിടെ ആയിഷ റളിയല്ലാഹു തആല അൻഹ നിസ്കരിച്ചത്, അതേപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാർ നമസ്കരിച്ചത്, അതും ജനാസ പള്ളിയിലൂടെ കൊണ്ടുവന്നിട്ട് അവരുടെ ഹുജറകളുടെ മുന്നിൽ വെച്ച് നിസ്കരിച്ചത്. ഇന്ന് ചില പണ്ഡിത വേഷധാരികളായ ആളുകൾ പറയാറുള്ളത്, സ്ത്രീകൾ ജനാസ നിസ്കരിക്കാൻ, സ്ത്രീകൾ തനിച്ച് നിസ്കരിക്കാൻ, സ്ത്രീകൾ പിന്നെ 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 ജനാസയ്ക്ക് വേണ്ടിയിട്ട് പിന്നെ പ്രത്യേകം നിസ്കരിക്കൽ, ഇതൊന്നും പാടില്ല, അതിനൊന്നും തെളിവില്ല എന്ന് പറയും. യഥാർത്ഥത്തിൽ ഈ ഹദീസ് ഇമാം മുസ്ലിം നിവേദനം ചെയ്യുന്നുണ്ട് ഇതിൻ്റെ ഒരു ഭാഗം. അതേപോലെ ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ മുസ്നദിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഈ ഹദീസിന് വേറെയും പിന്നെ റിവായത്തുകൾ കാണുവാൻ സാധിക്കും. ഹദീസ് സഹിയാണ്. അബ്ബാദ് ഇബ്നു അബ്ദുള്ള ഇബ്നു സുബൈർ എന്നിവരിൽ നിന്നാണ് ഈ സംഭവം റിപ്പോർട്ട് ചെയ്യുന്നത്. സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു തആല അൻഹു പ്രമുഖ സഹാബിയാണ്. സ്വർഗ്ഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട 10 സഹാബികളിൽ ഒരാളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിന്നെ അഹ്വാലിൽ മാതൃ കുടുംബത്തിൽ ബനു സഹ്റ കുടുംബത്തിലെ മെമ്പറാണ്. അപ്പോൾ ആ പ്രമുഖൻ മരണപ്പെട്ട സന്ദർഭത്തിൽ അവരുടെ ജനാസയെ കൊണ്ടുവരാൻ, തങ്ങളുടെ അടുക്കലേക്ക് കൊണ്ടുവരാൻ ആവശ്യപ്പെട്ട് ഹുജറകളുടെ മുമ്പിൽ വെച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാർ നിസ്കരിച്ച വിഷയമാണ് ഇവിടെ നമ്മൾ വായിക്കുന്നത്. ഏതായാലും ഞാൻ ഈ വിഷയം എടുത്ത് ധരിച്ചത്, ഈ ജനാസ കുളിപ്പിച്ചവർ കുളിക്കുക എന്നുള്ളത് ഒരിക്കലും വാജിബിനെ അറിയിക്കുന്നില്ല. അത് മുസ്തഹബായ ഗുസ്ൽ കുളിയാണ് എന്നതാണ് പിന്നെ അതിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അതാണ് ഭൂരിപക്ഷ പണ്ഡിതന്മാരുടെയും അഭിപ്രായമായിട്ട് പണ്ഡിതന്മാർ ഉദ്ധരിച്ചിട്ടുമുള്ളത്. അദ്ദറാറിയൽ മുദിയയിൽ അല്ലാമ ഷൗക്കാനി പറഞ്ഞു, അദ്ഹബൽ ജുംഹൂർ ഇല അന്നഹു മുസ്തഹബ്, ജുംഹൂർ ഭൂരിപക്ഷ പണ്ഡിതന്മാരും ഈ കുളി മുസ്തഹബായ കുളിയാണ് എന്ന അഭിപ്രായക്കാരാണ്. മുസ്തഹബായ കുളികളിൽ മറ്റൊന്ന്
ഭാര്യ ഭർത്തൃ ലൈംഗിക ബന്ധത്തിന് ശേഷമുള്ള കുളിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അപ്രകാരം കുളിച്ചത് ഹദീസിൽ വന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു രാത്രി ഒന്നിലധികം ഭാര്യമാരെ സമീപിച്ച വിഷയത്തിൽ വരുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുളിച്ചു എന്നാണ്. ഒരാളുടെ അടുക്കൽ പോയി കുളിച്ചു, പിന്നെ മറ്റൊരാളുടെ അടുക്കൽ പോയിട്ടും കുളിച്ചു. അപ്പോൾ ചോദിച്ചു, ലവി ഇഗ്തസൽത ഗുസ്ലൻ വാഹിദൻ, ഒരു കുളി അതിൽ പരിമിതപ്പെടുത്തിയിരുന്നെങ്കിൽ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗല അബൂ റാഫിയാണ് അത് ചോദിച്ചത്. അപ്പോൾ ഹാദ അസ്ക വ അത്യബു വ അത്ഹറു എന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വഅലൈഹി വസല്ലം തങ്ങൾ പ്രതികരിച്ചു എന്നാണ്. അതായത് ഒരു സംയോഗത്തിന് ശേഷം കുളിക്കുക എന്നുള്ളത് അതാണ് ഏറ്റവും ശുദ്ധവും അതേപോലെ വിശിഷ്ടവും ഏറ്റവും നല്ലതും എന്ന രീതിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രതികരിച്ചു. അപ്പോൾ അതിൽ നിന്നാണ് പണ്ഡിതന്മാർ ഈ ഒരു കുളിയെക്കുറിച്ച് അത് പ്രതിഫലാർഹമായ കുളിയാണ് എന്ന് വിധിക്കുകയുണ്ടായത്. മറ്റൊന്ന് ഈ ഇസ്തിഹാദത്തിൻ്റെ അഥവാ രക്തസ്രാവ രോഗമുള്ള സ്ത്രീകളുടെ കുളിയാണ്. രക്തസ്രാവം രോഗമായി ഉണ്ടാകുന്ന ഋതുമതിയല്ലാത്ത സ്ത്രീകൾ, ആർത്തവ രക്തമുള്ള സ്ത്രീകളുടെ കുളിയെക്കുറിച്ച് നമ്മൾ പറഞ്ഞു, അത് വാജിബായ കുളിയാണ്. എന്നാൽ ചില സ്ത്രീകൾ ഈ രക്തസ്രാവ രോഗമുള്ള അവസ്ഥയിലുണ്ടാകും. അപ്പം അത്തരം സ്ത്രീകളുടെ കുളിയെ സംബന്ധിച്ചിടത്തോളം അവർ എല്ലാ നമസ്കാരത്തിനും കുളിക്കുക എന്നുള്ളത് പ്രതിഫലാർഹമാണ്. ദുഹറും അസറും ജമ്മാക്കിയിട്ടുള്ള കുളി, മഗ്രിബും ഇശയും ജമ്മാക്കിയിട്ടുള്ള കുളി, ഫജറിനുള്ള കുളി, ഇങ്ങനെ ഹദീസിൽ വന്നിട്ടുണ്ട്. ഒരു മഹദിക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ജീവിച്ച നാളിൽ ഈ ഒരു കേസുണ്ടായി, ഇസ്തിഹാദത്തുണ്ടായി. അപ്പോൾ ഫഉമിറത്ത് അൻ തുഅജ്ജില അൽ അസ്റ വ തുഅഖിറ അദ്ദുഹർ, ആ മഹദിയോട് അസറിനെ വേഗത്തിലാക്കാനും ദുഹറിനെ പിന്തിപ്പിക്കാനും കൽപ്പിക്കപ്പെട്ടു. ആ സ്ത്രീ കൽപ്പിക്കപ്പെട്ടു. അസർ അതിൻ്റെ ആദ്യ ടൈമിൽ, ദുഹർ അതിൻ്റെ അവസാന സമയത്ത്. അതിനാൽ ജമ്മു സൂരി എന്ന് പറയാം. എന്നിട്ട് വതഗ്തസിൽ ലഹുമാ ഗുസ്ലൻ വാഹിദൻ, ഈ രണ്ട് നിസ്കാരത്തിനും ഒരു കുളി കുളിക്കാൻ അതിനാണ് കൽപ്പിച്ചത്. വതു അഖിറൽ മഗ്രിബ വതു അജ്ജിലൽ ഇഷ, മഗ്രിബിനെ പിന്തിപ്പിച്ച് ഇഷയെ മുന്തിപ്പിച്ച് വതഗ്തസിൽ ലഹുമാ ഗുസ്ലൻ, ആ രണ്ട് നിസ്കാരത്തിനും ഒരു കുളി കുളിക്കാൻ കൽപ്പിച്ചു. അതേപോലെ വതഗ്തസിൽ ലി സ്വലാത്തി സുബ്ഹി ഗുസ്ലൻ, സുബഹി നമസ്കാരത്തിന് ഒരു കുളിയും നിർവഹിക്കാൻ കൽപ്പിച്ചു എന്നാണ്. ഉമ്മു ഹബീബ എന്ന മഹദി അവർ ഈ ഒരു കേസിൽ പെട്ടവരായിരുന്നു. ഉമ്മു ഹബീബ ബിന്തു ഹുബൈഷ്. അപ്പോൾ ഹദീസിൽ കാണാം, ഫഅമറഹ ബിൽ ഗുസ്ലി ലികുല്ലി സ്വലാത്തിൻ, എല്ലാ നമസ്കാരത്തിനും കുളിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് കൽപ്പിച്ചു എന്നാണ്. സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു തആല എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. ജാഅത്ത് ഇംറഅത്തുൻ മുസ്തഹാദത്തുൻ തസ്അൽ ഇബ്നു അബ്ബാസ് ഫലം യുഫ്തിഹ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിൻ്റെ അടുക്കലേക്ക് ഈ ഇസ്തിഹാദത്തുള്ള രക്തസ്രാവ രോഗമുള്ള ഒരു സ്ത്രീ വന്നു, അങ്ങനെ ചോദിച്ചു എന്നാണ്. അപ്പോൾ അദ്ദേഹം ഫത്വ നൽകിയില്ല. ഇബ്നു അബ്ബാസ് അവരോട് പറഞ്ഞത് സലി ഗൈരി, ഞാനല്ലാത്തവരോട് ചോദിക്കാനാണ്. അങ്ങനെ അവർ ഈ മഹദി ഇബ്നു ഉമർ റളിയല്ലാഹുവിൻ്റെ അടുക്കൽ വന്നിട്ട് ചോദിച്ചു. അപ്പോൾ ഇബ്നു ഉമർ പറഞ്ഞു, ലാ തുസല്ലി മാ റഅയ്തി ദം, ബ്ലഡ് കാണുന്നിടത്തോളം കാലം നിങ്ങൾ നിസ്കരിക്കണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിൻ്റെ അടുക്കൽ വന്നിട്ട് ആ സ്ത്രീ ഇത് പറഞ്ഞു, ഇബ്നു ഉമർ പറഞ്ഞത്. അപ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല എന്ന് പറഞ്ഞു, റഹിമഹുല്ലാ, ഇൻകാദ ലയുകഫിറക്കി, പിന്നെ നിങ്ങളെ കുഫറിലേക്ക് ആക്കാറായി, ഇബ്നു ഉമറിനോട് അല്ലാഹു കരുണ കാണിക്കട്ടെ എന്ന് പറഞ്ഞു എന്നാണ്. അങ്ങനെ ഈ സ്ത്രീ പിന്നീട് അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹുവിൻ്റെ അടുക്കൽ ചെന്നിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അലി റളിയല്ലാഹു തആല പറയുന്നുണ്ട്, അത് പിന്നെ ഋതുരക്തമല്ല, ഗർഭപാത്രത്തിൽ വീഴുന്ന പിന്നെ മുറിവ് കാരണത്താൽ അല്ലെങ്കിൽ പൈശാചിക പ്രയാസപ്പെടുത്തൽ കാരണത്താൽ ഉണ്ടാകുന്ന ബ്ലീഡിംഗ് ആണ്, രോഗമാണ് എന്നർത്ഥത്തിൽ. അതുകൊണ്ട് ഇഗ്തസിലി ഇൻദ കുല്ലി സലാത്തൈനി മറത്തൻ, എല്ലാ രണ്ട് നമസ്കാരങ്ങളുടെയും സമയത്ത് ഒരു തവണ കുളിക്കുക, വസല്ലി എന്നിട്ട് നമസ്കരിക്കുക എന്ന് പറഞ്ഞു എന്നാണ്. അങ്ങനെ മഹദി പറയുന്നുണ്ട്, ഫലഖിയത്ത് ഇബ്നു അബ്ബാസ്, മഹദി പിന്നീട് ഇബ്നു അബ്ബാസിനെ കണ്ടു. അപ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിനോട് അവർ ചോദിച്ചു. അപ്പോൾ ഇബ്നു അബ്ബാസ് പറഞ്ഞത്, മാ അജിദുലക്കി ഇല്ലാ മാ ഖാല അലിയുൻ, അലി എന്താണോ പറഞ്ഞത് അതാണ് ഞാൻ നിങ്ങൾക്ക് എൻ്റെ വീക്ഷണമായിട്ട് അഭിപ്രായപ്പെടുന്നത് എന്ന് പറഞ്ഞു എന്നാണ്. ഇവിടെ ഞാൻ പറഞ്ഞു വരുന്നത്, ഋതുമതിയായ ഈ രക്തസ്രാവ രോഗമുള്ള, ഋതുരക്തമല്ല രക്തസ്രാവ രോഗമുള്ള സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം രണ്ട് നമസ്കാരത്തിന് കുളിക്കുക എന്നുള്ളത് അത്
മുസ്തഹബായ കുളിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിച്ചു. അതുകൊണ്ടാണ് സഹാബികൾ ആ വിഷയത്തിൽ ഫത്വ നൽകിയത് നമ്മൾ വായിക്കുന്നത്. എന്നാൽ ആ കുളി എന്തല്ല, ആ കുളി നിർബന്ധമായ കുളിയല്ല. ഈ രക്തസ്രാവ രോഗമുള്ള സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അൽ മുസ്തഹാദത്തു തദഉ സ്വലാത്ത അയ്യാമ അഖ്റാഇഹ. ഇസ്തിഹാദത്ത് രക്തമുള്ള സ്ത്രീകൾ അവരുടെ ആർത്തവ ഋതുരക്ത കാലത്ത് നിസ്കാരം ഒഴിവാക്കണം. അല്ലത്തി കാനത്ത് തഹീദു ഫിഹ, അവരുടെ ആ ഒരു ഋതുരക്ത പീരീഡ് ഉണ്ടല്ലോ, അതിൽ നിസ്കാരം ഒഴിവാക്കണം. സുമ്മത്ത് തഗ്തസിൽ, എന്നിട്ട് അവർ കുളിക്കണം, അതായത് ഋതുരക്തം തീരുന്ന ആ ഡേറ്റ് വന്നാൽ. വതതവദ്ദഉ ഇൻദ കുല്ലി സ്വലാത്തിൻ, എന്നിട്ട് എല്ലാ നമസ്കാര സമയത്തും അവർ ഒദു ചെയ്യണം. വതസൂമു വതുസല്ലി, അവർക്ക് നിസ്കരിക്കാം, അവർക്ക് നോമ്പെടുക്കാം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ പറഞ്ഞു വരുന്നത്, ഈ മുസ്തഹാദത്തായ സ്ത്രീ കുളിക്കുക എന്നുള്ളത് നിർബന്ധ കുളിയല്ല, അതവർക്ക് പ്രതിഫലാർഹമായ കുളിയാണ്. അവർ ഓരോ നമസ്കാര സമയത്തും ഒദു ചെയ്യുകയാണ് വേണ്ടത് എന്നുള്ളതാണ്. പ്രതിഫലാർഹമായ കുളിയുടെ വിഷയത്തിൽ മറ്റൊന്ന്, മുശ്രിക്കായ ഒരു വ്യക്തിയെ മറമാടേണ്ടി വന്നാൽ അതിനുശേഷമുള്ള കുളിയാണ്. ആ വിഷയത്തിൽ അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു അസർ പണ്ഡിതന്മാർ ഉദ്ധരിക്കാറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമക്ഷത്തിലേക്ക് അലി ഇബ്നു അബി താലിബ് വന്നിട്ട് പറഞ്ഞു, ഇന്ന അബാ താലിബിൻ മാത്ത്, അബൂ താലിബ് മരണപ്പെട്ടിരിക്കുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇദ്ഹബ് ഫവാരിഹി, അലിയാരോട് പറഞ്ഞു ഉപ്പയെ പോയിട്ട് മറമാടാൻ പറഞ്ഞു. അപ്പോൾ അലി പറഞ്ഞു, ഇന്നഹുമാത മുശ്രിക്കൻ, ഉപ്പ മുശ്രിക്കായിട്ടാണ് മരണപ്പെട്ടിട്ടുള്ളത്. അപ്പോഴും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇദ്ഹബ് ഫവാരിഹി, പോയിട്ട് ഉപ്പയെ മറമാടാൻ പറഞ്ഞു. അങ്ങനെ അലി റളിയല്ലാഹു തആല പറയുകയാണ്, ഫലമ്മ വറൈതുഹു റജഅതു ഇലൈഹി, ഉപ്പയെ മറമാടിയതിന് ശേഷം ഞാൻ തിരുദൂതരുടെ അടുക്കലേക്ക് മടങ്ങി വന്നു. അപ്പോൾ ഫഖാൽ അലി, തിരുദൂതർ എന്നോട് പറഞ്ഞു, ഇഗ്തസിൽ, കുളിക്കാൻ കൽപ്പിച്ചു. അപ്പോൾ കുളിക്കുകയുണ്ടായി. അലി റളിയല്ലാഹു തആല റസൂലുള്ളാ കുളിക്കാൻ കൽപ്പിക്കുകയുണ്ടായി എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു അസർ ഇമാം അഹ്മദും ഇമാം അബൂദാവൂദും നസായിയും മറ്റും നിവേദനം ചെയ്തതാണ്, സഹിഹായ ഹദീസാണ്. ഇതിനെ അവലംബപ്പെടുത്തിയാണ് പണ്ഡിതന്മാർ പറയുന്നത്, മുശ്രിക്കിനെ മറമാടിയാൽ ആ മറമാടിയ വ്യക്തി കുളിക്കണം എന്നുള്ളത്. അത് പ്രതിഫലാർഹമായ കുളിയാണ്, നിർബന്ധ കുളിയല്ല. പിന്നെ ബോധക്ഷയമുണ്ടായാലുള്ള കുളി, അതേപോലെ പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ എണ്ണിയിട്ടുണ്ട്. അതിൽ ആയിഷ റളിയല്ലാഹു തആല അൻഹായുടെ അടുക്കലേക്ക് അബ്ദുല്ലാഹി ഇബ്നു ഉത്ബ പ്രവേശിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രോഗത്തെക്കുറിച്ച് പറഞ്ഞു തരണം എന്ന് പറയുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദീനത്തിൽ കടന്നല്ലോ അവസാന സമയങ്ങളിൽ, നാളുകളിൽ. അപ്പോൾ അതിനെക്കുറിച്ച് പറയുമ്പോൾ ആയിഷ റളിയല്ലാഹു തആല അൻഹ അത് വിശദീകരിച്ചു കൊടുക്കുന്നുണ്ട്. ആ വിഷയത്തിൽ ഹദീസ് നമ്മൾ വായിക്കുന്നത് ഇപ്രകാരമാണ്, ലമ്മഷ്തക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വജഅഹു ലദീ തൂഫിയ ഫി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായ ആ രോഗത്തിൽ തിരുനബി കടന്ന സമയത്ത്, കുൻത അഖ്റഉ അലൈഹി ബിൽ മുഅവ്വിദാത്ത്, ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മുഅവ്വിദാത്തുകൾ ഓതുമായിരുന്നു. മുഅവ്വിദാത്ത് എന്ന് പറഞ്ഞാൽ സൂറത്തുൽ ഇഖ്ലാസ്, സൂറത്തുൽ ഫലഖ്, സൂറത്തുൻ നാസ് എന്നിവ ഓതുമായിരുന്നു, മന്ത്രിക്കുമായിരുന്നു. വജഅൽതു അൻഫുസു അലൈഹി വ അംസഹുഹു ബിയദി നഫ്സിഹി, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ ഞാൻ ഊതുമായിരുന്നു, തിരുനബിയുടെ കരം കൊണ്ട് തിരുനബിയെ ഞാൻ തടവുമായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. ലിഅന്നഹ കാനത്ത് അഅളമ ബറകതൻ മിൻ യദി, എൻ്റെ കയ്യിനേക്കാൾ ഏറ്റവും ബർക്കത്തുള്ള കൈയായിരുന്നു തിരുനബിയുടെ സല്ലല്ലാഹു അലൈഹി വസല്ലം കൈകൾ. അങ്ങനെ ഫഹദറത്ത് അസ്സലാത്തു ഫഉദ്ദിൻ, നമസ്കാരത്തിന് സമയമായി ബാങ്ക് വിളിക്കപ്പെട്ടു. ഫജാ ബിലാൽ യുഅ്ദിനുഹു ബിസ്സലാ, നമസ്കാരത്തിന് വിളിച്ചറിയിച്ചുകൊണ്ട് ബിലാൽ വന്നു. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അസല്ലന്നാസ്, അപ്പോൾ തിരുദൂതർ ചോദിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം, ജനങ്ങൾ നമസ്കരിച്ചോ? അപ്പോൾ ഖുൽനല്ല, ഞങ്ങൾ പറഞ്ഞു ഇല്ല, ഹും യന്തദിറൂനക, താങ്കളെ പ്രതീക്ഷിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ദഊലി മാഅൻ ഫിൽ മിഖ്ദബി, നിങ്ങൾ അല്പം വെള്ളം എനിക്ക് മിഖ്ദബിൽ വെക്കും. മിഖ്ദബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുളിക്കാനുള്ള ഉപയോഗിക്കുന്ന പാത്രത്തിനാണ് പറയാം, അതിൽ വെള്ളം വെക്കാൻ പറഞ്ഞു. അങ്ങനെ ആയിഷ ഉമ്മുൽ മുഅ്മിനീൻ പറയുന്നു, ഫഫഅൽന, ഞങ്ങൾ അങ്ങനെ ചെയ്തു. ഫഗ്തസൽ, അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുളിച്ചു. ഫദഹബ ലിയനൂഅ ഫഉഗ്മിയ അലൈഹി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുളിച്ച് എഴുന്നേൽക്കാൻ പോയപ്പോൾ വീണ്ടും ബോധരഹിതനായി.
സുമ അഫഖ് പിന്നെ ബോധം തെളിഞ്ഞു. ഫഖാല അസല്ലന്നാസ് ജനങ്ങൾ നിസ്കരിച്ചോ എന്ന് ചോദിച്ചു. കുൽന ല ഹും യന്തദിറൂനക യാ റസൂലല്ലാഹ് തിരുദൂതരെ അവർ നിങ്ങളെ പ്രതീക്ഷിക്കുന്നു എന്ന് ഞങ്ങൾ പറഞ്ഞു. അപ്പോൾ വീണ്ടും റസൂൽ പറഞ്ഞു ദഊ ലി മാഅൻ ഫിൽ മിഖ്ദബ് ആ കുളിക്കാനുള്ള പാത്രത്തിൽ വീണ്ടും വെള്ളം വെക്കാൻ റസൂൽ ആവശ്യപ്പെട്ടു. ഖാലത്ത് അങ്ങനെ ആയിഷ ഉമ്മുൽ മുഅ്മിനീൻ പറയുകയാണ് ഫഖഅദ ഫഗ്തസൽ റസൂൽ ഇരുന്നു കൊണ്ട് കുളിച്ചു. സുമ്മ ദഹബ ലിയനൂഅ ഫഉഗ്മിയ അലൈഹി പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുളിച്ച് എഴുന്നേൽക്കാൻ പോയപ്പോൾ വീണ്ടും ബോധം നഷ്ടപ്പെടുകയുണ്ടായി നബിയുന മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വഅലാ ആലിഹി വസല്ലം തങ്ങൾക്ക്. സുമ്മ അഫഖ് പിന്നെ ബോധം തെളിഞ്ഞപ്പോൾ ഫഖാല അസല്ലന്നാസ് അപ്പോൾ റസൂൽ ചോദിച്ചു ജനങ്ങൾ നമസ്കരിച്ചോ? ഖുൽനാ ലാ ഹും യന്തദിറൂനക യാ റസൂലല്ലാഹ് ഞങ്ങൾ പറഞ്ഞു റസൂലെ നിസ്കരിച്ചിട്ടില്ല, അവർ നിങ്ങളെ പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ റസൂൽ പറഞ്ഞു ദഊ ലി മാഅൻ ഫിൽ മിഖ്ദബിൽ വെള്ളം വെക്കൂ എന്ന് പറഞ്ഞു. ഫഖഅദ ഫഗ്തസൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീണ്ടും ഇരുന്നു കൊണ്ട് കുളിച്ചു. സുമ്മ ദഹബ ലിയനൂഅ ഫഉഗ്മിയ അലൈഹി ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ് റസൂലുള്ളാഹ് വീണ്ടും എഴുന്നേൽക്കാൻ ഭാവിച്ചപ്പോൾ ബോധരഹിതനായി. സുമ്മ അഫഖ് ഫഖാല അസല്ലന്നാസ് ഫഖുൽനാ ലാ ഹും യന്തദിറൂനക യാ റസൂലല്ലാഹ് അപ്പോഴും റസൂലുള്ളാഹ് ചോദിച്ചു ജനങ്ങൾ നിസ്കരിച്ചോ? അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇല്ല റസൂലെ, അവർ നിങ്ങളെ പ്രതീക്ഷിക്കുകയാണ്. വന്നാസു ഉഖൂഫുൻ ഫിൽ മസ്ജിദ് അപ്പോൾ ജനങ്ങൾ പള്ളിയിൽ ഇരിക്കുകയാണ്, അടങ്ങിയിരിക്കുകയാണ്. യന്തദിറൂന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ലിസലാത്തിൽ ഇശാഇൽ ആഖിറ ഇശ നമസ്കാരത്തിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുന്നത് പ്രതീക്ഷിച്ചിരിക്കുകയാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബ്ദുല്ലാഹി ഇബ്നു സമ്മയോട് പറഞ്ഞു മുറിന്നാസ് ഫല്യുസല്ലു ജനങ്ങളോട് നമസ്കരിക്കാൻ കൽപ്പിക്കൂ. മുറിന്നാസ് ജനങ്ങളോട് കൽപ്പിക്കൂ ഫല്യുസല്ലു അവർ നമസ്കരിക്കട്ടെ എന്ന് പറയുകയുണ്ടായി എന്നാണ്. ഇതുപോലെ ഈ ഹദീസിൻ്റെ വിവിധ പ്രയോഗങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. ഈ ഹദീസിൽ ഇതിൻ്റെ ഒരു കുറേ മസലകളും കുറേ വിഷയങ്ങളാണല്ലോ. അല്ലാമ അഷൗക്കാനി റഹ്മത്തുള്ളാഹി അലൈഹി ഈ ഹദീസ് കൊണ്ടുവന്നിട്ട് നെൽ ഔത്താറിൽ പറയുന്നത് അല്ലാമ ഷൗക്കാനി റഹ്മത്തുള്ളാഹി അലൈഹി ഈ ഹദീസ് കൊണ്ടുവന്ന് പറയുന്നത് വഖദ് സാഖഹുൽ മുസന്നിഫ് ഹാ ഹുനാ ലിൽ ഇസ്തിദ്ലാൽ ബിഹി അല ഇസ്തിഹ്ബാബിൽ ഇഗ്തിസാൽ ലിൽ മുഗ്മ അലൈഹി ഈ ഹദീസ് ഗ്രന്ഥകാരൻ ഇവിടെ കൊണ്ടുവന്നത് ബോധരഹിതനായ വ്യക്തി കുളിക്കൽ സുന്നത്താണെന്ന് അറിയിക്കാനാണ്. അല്ലാമ ഷൗക്കാനി ഗ്രന്ഥകാരൻ എന്ന് പറയുന്നത് മജീദുദ്ദീൻ അബ്ദുസ്സലാമിനെ കുറിച്ചാണ്. മജീദുദ്ദീൻ അബ്ദുസ്സലാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ മുൻതഖൽ അഖ്ബാറിൻ്റെ ഷറഹാണല്ലോ നെലുൽ ഔത്താർ. അപ്പോൾ മജീദുദ്ദീൻ അബ്ദുസ്സലാം ഇത് ഷെയ്ഖുൽ ഇസ്ലാം അബുൽ അബ്ബാസ് അബ്ദുൽ ഹലീം ഇബ്നു തൈമിയ അല്ല, ഇത് അദ്ദേഹത്തിൻ്റെ പ്രപിതാവായ മജീദുദ്ദീൻ അബ്ദുസ്സലാം ഇബ്നു തൈമിയയാണ് ഈ മുൻതഖൽ അഖ്ബാറിൻ്റെ ഗ്രന്ഥകർത്താവ്. അതിൻ്റെ ഷറഹും അനുബന്ധവുമാണ് നെൽ ഔത്താർ. അപ്പോൾ ഷെയ്ഖ് ഷൗക്കാനി പറയുന്നത് ഗ്രന്ഥകാരൻ മജീദുദ്ദീൻ അബ്ദുസ്സലാം മുൻതഖൽ അഖ്ബാറിൽ ഈ ഹദീസ് കൊണ്ടുവന്നത് ബോധരഹിതനായ വ്യക്തി കുളിക്കൽ പ്രതിഫലാർഹമാണെന്നുള്ളത് അറിയിക്കാനാണ്. വഖദ് ഫഅലഹു അന്നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം സലാസ മറാത്ത് വഹുവ മുസ്ഖലുൻ ബിൽ മറദ് ഫദല്ല ദാലിക അലാ തഅക്കുദി ഇസ്തിഹ്ബാബിഹി. ഷൗക്കാനി തുടർന്ന് പറയുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രോഗം കൊണ്ട് ബാധിതനായി പ്രയാസപ്പെടുന്ന സമയം 3 തവണ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്, കുളിച്ചിട്ടുണ്ട്. ഫദല്ല ദാലിക അലാ തഅക്കുദി ഇസ്തിഹ്ബാബിഹി ബോധരഹിതൻ കുളിക്കൽ പ്രതിഫലാർഹമാണെന്ന് ഇത് അറിയിക്കുന്നു, അത് കൂടുതൽ ബലപ്പെട്ടതാണെന്നുള്ളത് ഇത് അറിയിക്കുന്നു എന്നാണ് ഷൗക്കാനി നെൽ ഔത്താറിൽ ഈ വിഷയത്തിൽ പറയുകയുണ്ടായത്. ഏതായാലും ഇവിടെ ഞാൻ ഈ ഒരു ക്ലാസ്സിൽ പ്രതിഫലാർഹമായ കുളികളെക്കുറിച്ച് ഉണർത്തി. നമ്മൾ വുദൂവിൻ്റെ വിഷയം പറഞ്ഞപ്പോൾ പ്രതിഫലാർഹമായ വുദൂവിൻ്റെ സന്ദർഭങ്ങളെ ഉണർത്തിയതുപോലെ ഇൻഷാ അല്ലാഹ് നമുക്ക് ഇനി നമ്മുടെ ഗ്രന്ഥകാരൻ യൂസുഫ് ഇബ്നുൽ ഹസൻ ഇബ്നു അബ്ദുൽ ഹാദി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ ഫുറൂഉൽ ഫിഖ്ഹിൽ പറയുന്ന അത്തഹാറത്ത് മിനൻ നജാസ നജസിൽ നിന്നുള്ള ശുദ്ധിയാകൽ എന്ന വിഷയം, അത് നമസ്കാരത്തിൻ്റെ 6 ഷർത്തുകളിൽ രണ്ടാമത്തേതാണ്. അദ്ദേഹം പറഞ്ഞു നമസ്കാരം എന്ന വിഷയം 7 കാര്യങ്ങളെ ഉൾക്കൊള്ളുന്നു. ആ 7 കാര്യങ്ങളിൽ 1 ഷർത്ത്. ആ ഷർത്തിൽ ഒന്നാണ് അത്തഹാറത്തു മിനൽ ഹദസ്. അത്തഹാറത്തു മിനൽ ഹദസ് അതാണ് ഇതുവരെയും നമ്മൾ വിശദീകരിച്ച് പറഞ്ഞു വന്നത്. ഇനി രണ്ടാമത്തെ ഷർത്ത് അതാണ് നജാസയിൽ നിന്നുള്ള തഹാറത്ത്, ശുദ്ധീകരണം. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇൻഷാ അല്ലാഹ് അത് വിശദമായിട്ട് പഠിക്കാം.
മനസ്സിലാക്കാം. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെ അവൻ്റെ ദീനിൽ യഥാവിധം ഫിഖ്ഹ് നേടുന്ന, പാണ്ഡിത്യം നേടുന്ന ഭാഗ്യവാന്മാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബീന മുഹമ്മദിൻ വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.